നമ്മുടെ സിലബസിൽ കൺസെപ്റ്റ്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് എന്താണ്? ആസിഡ്സിനെയും ബേസസിനെയും കുറിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിക്കുന്ന കാര്യമാണ് തിയറീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം മെയിൻലി 3 ഡിഫറെന്റ് തിയറീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്തൊക്കെയാണ്? അറീനിയസ് കൺസെപ്റ്റ് ഉണ്ട്, ലൗറി ബ്രൗൺസ്റ്റഡ് കൺസെപ്റ്റ് ഉണ്ട്, ലൂയിസ് കൺസെപ്റ്റ് ഉണ്ട്. ഈ 3 കൺസെപ്റ്റുകൾ നമ്മൾ +2 ലെവലിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് ഈ ഓരോ കൺസെപ്റ്റിലും പറയുന്നത്, അതുപോലെ തന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ് പെയർ, അതൊക്കെ നമ്മൾ +2 ലെവലിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് ഫസ്റ്റ് ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് തിയറീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് നോക്കാം. അപ്പൊ തിയറീസിൽ നമ്മൾ പറഞ്ഞു 3 തിയറീസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അറീനിയസ് കൺസെപ്റ്റ് ഉണ്ട്, ലൗറി ബ്രൗൺസ്റ്റഡ് കൺസെപ്റ്റ് ഉണ്ട്, ലൂയിസ് കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് അറീനിയസ് കൺസെപ്റ്റ് ആണ്. അപ്പൊ അറീനിയസ് കൺസെപ്റ്റ് പ്രകാരം ആസിഡ്സിനെയും ബേസസിനെയും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? നോക്കിക്കേ, ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡ്സ് ആർ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് ഗീവ് ഹൈഡ്രജൻ അയോൺസ് ഓർ H+ അയോൺസ് ഇൻ ആക്വ സൊല്യൂഷൻസ്. അപ്പൊ ആസിഡ്സിനെ എങ്ങനെയാണ് നമ്മുടെ അറീനിയസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഒരു ആക്വസ് സൊല്യൂഷനിൽ ഹൈഡ്രജൻ അയോൺസിനെ അല്ലെങ്കിൽ H+ അയോൺസിനെ പ്രൊവൈഡ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ യൂഷ്വലി ആസിഡ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്വസ് സൊല്യൂഷൻസ് എന്നുള്ള പോയിന്റ് ആണ് കേട്ടോ. ആക്വസ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ആക്വസ് സോൾവൻസിന്റെ കേസിലാണ് നമ്മൾ ആരെ ഡിഫൈൻ ചെയ്യുന്നത്? ഈ ഒരു അറീനിയസ് കൺസെപ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ അറീനിയസ് കൺസെപ്റ്റിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്. ഓക്കെ, അപ്പൊ ഒരു ആക്വസ് സൊല്യൂഷനിൽ H+ അയോൺസിനെ പ്രൊവൈഡ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ആസിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നോക്കിക്കേ, നമ്മൾ HCl കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ HCl നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഒരു ആക്വ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഈ HCl എന്തായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും? H+ഉം Cl- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഓക്കെ, അതായത് HCl നമ്മൾ ഒരു ആക്വ സൊല്യൂഷനിൽ എടുത്ത സമയത്ത് അവർ എന്തിനെ തരാനായിട്ട് തുടങ്ങി? H+ അയോൺസിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങി. ദാറ്റ് മീൻസ് നമുക്ക് HCl എന്തായിട്ട് കൺസിഡർ ചെയ്യാം? അറീനിയസ് കൺസെപ്റ്റ് പ്രകാരം ആസിഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബേസസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു ആക്വസ് സൊല്യൂഷനിൽ ഹൈഡ്രോക്സിൽ അയോൺസ് അല്ലെങ്കിൽ OH- അയോൺസിനെ പ്രൊവൈഡ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ബേസസ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മൾ NaOH എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്തത്. ഈ NaOH നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. ഓക്കെ, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് NaOH എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക? Na+ഉം OH- ഡിസോസിയേറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് മീൻസ് ഈ NaOH നമ്മൾ ഒരു ആക്വ സൊല്യൂഷനിൽ അല്ലെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത സമയത്ത് അവരിൽ നിന്നും ആരെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി? OH- അയോൺസ് അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ അത്തരത്തില് OH- അയോൺസിന് ആക്വ സൊല്യൂഷൻ, ഓക്കെ, ആക്വ സൊല്യൂഷനിൽ OH- അയോൺസിനെ തരുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ അറീനിയസ് കൺസെപ്റ്റ് പ്രകാരം ബേസസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അറീനിയസ് കൺസെപ്റ്റിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്, നമ്മൾ അറീനിയസ് കൺസെപ്റ്റിൽ ആസിഡ്സിനെയും ബേസസിനെയും ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആക്വ സൊല്യൂഷനിലാണ് നമ്മൾ അവരെ കൺസിഡർ ചെയ്യുക. കേട്ടോ, ആക്വ സൊല്യൂഷനിലാണ് ആസിഡ്സിനെയും ബേസസിനെയും നമ്മൾ ഡിഫൈൻ ചെയ്യുക. അത് ഓർത്ത് വെച്ചേക്കുക. ആക്വ സൊല്യൂഷനിൽ H+ അയോൺസിനെ തരുന്നവരാണ് അറീനിയസ് കൺസെപ്റ്റ് പ്രകാരം ആസിഡ്സ്, ആൻഡ് ആക്വ സൊല്യൂഷനിൽ OH- അയോൺസിനെ തരുന്നവരെയാണ് നമ്മുടെ അറീനിയസ് കൺസെപ്റ്റ് പ്രകാരം ബേസസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, Arrhenius concept clear ആണല്ലോ. The process of the neutralization of an acid by a base can be represented by the following. അപ്പൊ അതിനകത്ത് പറയുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ അറീനിയസ് കൺസെപ്റ്റ് പ്രകാരം ഈ ആസിഡ്സ് എന്ന് പറയുന്നത് H+ അയോൺസിനെ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്, ആൻഡ് ബേസസ് എന്ന് പറയുന്നത് ആക്വ സൊല്യൂഷനിൽ OH- അയോൺസിനെ തരുന്ന ആളുകളാണ്. ഓക്കെ, ഇനി ഈ ആസിഡ്സും ബേസസും തമ്മിലുള്ള ന്യൂട്രലൈസേഷൻ റിയാക്ഷനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ആസിഡ്സ് എന്ന് പറയുന്നത് H+നെ തരുന്നവരാണ്, ആൻഡ് ബേസസ് എന്ന് പറയുന്നത് OH- അയോൺസിനെ തരുന്നവരാണ്, അല്ലെ? അപ്പൊ ഈ ആസിഡ്സും ബേസസും തമ്മിലുള്ള ന്യൂട്രലൈസേഷൻ റിയാക്ഷനെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? ആസിഡ്സിനകത്തുള്ള H+ഉം ബേസസിനകത്തുള്ള OH- റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വാട്ടർ കിട്ടും. കേട്ടോ, അപ്പൊ അങ്ങനെ നമുക്ക് ന്യൂട്രലൈസേഷൻ റിയാക്ഷനെയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് അറീനിയസ് കൺസെപ്റ്റിൽ പഠിക്കാനായിട്ടുള്ളത്. ആസിഡിനെയും ബേസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം നോക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് എന്ത്? നമ്മുടെ ലൗറി ബ്രൗൺസ്റ്റഡ് കൺസെപ്റ്റ്.
കേട്ടോ. ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് ആണ് നമ്മുടെ രണ്ടാമത്തെ ആസിഡ് ബേസ് കൺസെപ്റ്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇനി നോക്കിക്കേ, ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് പ്രകാരം നമ്മുടെ ആസിഡ്സിനെയും ബേസിസിനെയും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? പ്രോട്ടോൺ ഡോണർ സ്പീഷീസിനെ ആസിഡ്സ് എന്നും അതുപോലെ പ്രോട്ടോൺ ആക്സെപ്റ്റർ സ്പീഷീസിനെ എന്തെന്നും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? ബേസിസ് എന്നും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അറേനിയസ് കൺസെപ്റ്റില് H+ ആൻഡ് OH- അയോൺസിന്റെ ബേസിസിലായിരുന്നു ആസിഡ്സിനെയും ബേസിസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിരുന്നതെങ്കിൽ നമ്മള് ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റിനകത്ത് നമ്മള് ആസിഡ്സിനെയും ബേസിസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത് അവര് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുകയാണോ അല്ല പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ആസിഡ്സ് എന്ന് പറയുന്നത് പ്രോട്ടോൺ ഡൊണേറ്റിംഗ് സ്പീഷീസ് അല്ലെങ്കിൽ പ്രോട്ടോൺ ഡോണർ സ്പീഷീസുകളെ നമ്മൾ ആസിഡ്സ് എന്ന് പറയും. അതായത് പ്രോട്ടോൺസിനെ മറ്റൊരാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളെ ആസിഡ്സ് എന്നും അതുപോലെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പ്രോട്ടോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ ബേസസ് എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ് ആൻഡ് ബേസസ് ആർ പ്രോട്ടോൺ ആക്സെപ്റ്റേഴ്സ് അക്കോർഡിംഗ് ടു ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നോക്കുക, ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് പ്രകാരം ആസിഡ്സിനെയും ബേസിസിനെയും ഏത് രീതിയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, H2O + H2O രണ്ട് വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ റിയാക്ട് ചെയ്തേക്കാണ്. ഓക്കെ, പ്രോഡക്റ്റ് നോക്കിക്കേ, H3O + OH- ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അതായത് ഒരു വാട്ടർ മോളിക്യൂള് H+നെ കൊടുത്തു ആൻഡ് അടുത്ത വാട്ടർ മോളിക്യൂള് ആ H+നെ ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഒരാൾ H+നെ കൊടുത്തു ആൻഡ് അടുത്ത ആള് ആ H+നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, ഈ H2O ഒരു H+നെ ഡൊണേറ്റ് ചെയ്തപ്പോൾ അത് OH- ആയി ആൻഡ് ഈ H2O ആ H+നെ വാങ്ങിച്ചപ്പോൾ അത് H3O+ ആയി അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ സെയിം റിയാക്ഷനിൽ ഒരു വാട്ടർ മോളിക്യൂള് പ്രോട്ടോൺ ആക്സെപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്ത സമയത്ത് അടുത്ത വാട്ടർ മോളിക്യൂൾ പ്രോട്ടോൺ ഡോണർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ വാട്ടറിന് എന്തിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്? പ്രോട്ടോൺ ആക്സെപ്റ്റിംഗ് കേപ്പബിലിറ്റി ഉണ്ട്, പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് വാട്ടറിന് ആസിഡ് ആയിട്ടും ബിഹേവ് ചെയ്യാം, ബേസ് ആയിട്ടും ബിഹേവ് ചെയ്യാം. എന്തിനെ ബേസ് ചെയ്ത്? കൂടെ ആരാണോ റിയാക്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് വാട്ടറിന് ഒന്നെങ്കിൽ ആസിഡ് ആയിട്ടും ബിഹേവ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ബേസ് ആയിട്ടും ബിഹേവ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെയാണ് അമോണിയയുടെ കേസ്. നോക്കിക്കേ, നമ്മൾ രണ്ട് മോളിക്യൂൾസ് ഓഫ് അമോണിയ റിയാക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 2NH3 അല്ലെങ്കിൽ NH3 + NH3 റിയാക്ട് ചെയ്തിരിക്കുകയാണ്. റിയാക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ് നോക്കിക്കേ, NH4+ NH2-. അപ്പൊ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ എന്താ സംഭവിച്ചത്? ഒരു അമോണിയയിൽ നിന്നും ഒരു H+ അയോണിനെ അടുത്ത ആൾക്ക് കൊടുത്തു. സോ അയാൾ എന്തായിട്ട് മാറി? NH4+-മായി. ആരിൽ നിന്നാണോ H+ പോയത് അയാള് NH2- മാറി. ഓക്കെ, ദാറ്റ് മീൻസ് അമോണിയയുടെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്തും ഒരു അമോണിയ മോളിക്യൂള് H+നെ ഡൊണേറ്റ് ചെയ്തു, അടുത്ത അമോണിയയുടെ മോളിക്യൂള് ആ H+നെ ആക്സെപ്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഒരാൾ പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്തു, ഒരാൾ പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഒരാൾ ആസിഡ് ആയിട്ട് ബിഹേവ് ചെയ്തു, മറ്റൊരാള് ബേസ് ആയിട്ട് ബിഹേവ് ചെയ്തു. അപ്പൊ വാട്ടറിനും അമോണിയയ്ക്കും ആസിഡ് ആയിട്ടും ബിഹേവ് ചെയ്യാം, ബേസ് ആയിട്ടും ബിഹേവ് ചെയ്യാം. പക്ഷെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കൂടെ റിയാക്ട് ചെയ്യുന്നത് ആരാണോ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ചില കണ്ടീഷൻസിൽ അവർ ആസിഡ് ആയിട്ടും ആക്ട് ചെയ്യും, ചില കണ്ടീഷൻസിൽ അവർ ബേസ് ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇവിടുന്ന് നമുക്ക് ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ ചേർത്ത് പഠിക്കേണ്ട ഒന്നാണ് കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് ബേസ്. എന്താണ് കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് എന്താണ് കോൺജുഗേറ്റ് ബേസ്? ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നോക്കിക്കേ, the species that differ from each other only in terms of a transferred proton are termed as conjugates. അപ്പൊ നമുക്ക് ഒരു പെയർ ഓഫ് ആളുകളെ കോൺജുഗേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അതായത് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആയിട്ട് കൺസിഡർ ചെയ്യണം എങ്കിൽ ആ കൺസിഡർ ചെയ്തിരിക്കുന്ന രണ്ട് സ്പീഷീസുകളും തമ്മിൽ ഒരു H+ന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കാവൂ. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഞാൻ H2Oയും H3O+ കൂടെ കൺസിഡർ ചെയ്തു. ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? H2Oയിൽ ഉള്ളതിനെക്കാട്ടിൽ ഒരു H+ അധികമുണ്ട് ഇവിടെ H3O+നകത്ത് അല്ലെ. അതുപോലെ HClഉം Cl- തമ്മിലുള്ള വ്യത്യാസം എന്താ? Clനകത്ത് H+ ഇല്ല, പക്ഷെ അതിനെക്കാട്ടിൽ അധികത്തിൽ ഒരു H+ HClനകത്തുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പെയർ ഓഫ് സ്പീഷീസുകൾ തമ്മിൽ ഒരു H+ന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരത്തിലുള്ള പെയർ ഓഫ് സ്പീഷീസുകളെയാണ് നമ്മൾ കോൺജുഗേറ്റ് പെയർസ്, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇവിടെ ഞാൻ വാട്ടറും HClഉം തമ്മിൽ റിയാക്ട് ചെയ്യുകയാണ്. ഓക്കെ, H2Oയും
HCl തമ്മിൽ ഉള്ള ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, വാട്ടർ എന്ന് പറയുന്ന ആൾക്ക് ഒന്നെങ്കിൽ ആസിഡായിട്ടും ബിഹേവ് ചെയ്യാം, അല്ലെങ്കിൽ ബേസ് ആയിട്ടും ബിഹേവ് ചെയ്യാം. പക്ഷെ ഈ ഒരു കണ്ടീഷനിൽ ഞാൻ ഈ വാട്ടറിന്റെ താഴെ അയാൾ ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ടാണ് വാട്ടർ ഇവിടെ ബേസ് ആയത്? നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ഇപ്പൊ വാട്ടർ ആസിഡ് ആയിട്ടും ബിഹേവ് ചെയ്യാം, ബേസ് ആയിട്ടും ബിഹേവ് ചെയ്യാം. എന്തിനെ ബേസ് ചെയ്ത്? കൂടെ വരുന്ന ആൾ ആരാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വാട്ടർ ഒന്നെങ്കിൽ ആസിഡ് ആയിട്ട് അല്ലെങ്കിൽ ബേസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഇവിടെ കൂടെ വന്നിട്ടുള്ള ആൾ ആരാണ്? HCl. HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ കൂടെയുള്ള ആൾ ആസിഡ് ആണെന്നുണ്ടെങ്കിൽ വാട്ടർ എന്തായിട്ടായിരിക്കണം ഇവിടെ ബിഹേവ് ചെയ്യേണ്ടത്? ബേസ് ആയിട്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ വാട്ടറിന്റെ താഴെ ബേസ് എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളിവിടെ വാട്ടറും HCl തമ്മിലുള്ള റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. HCl ആണ് നമ്മുടെ ആസിഡ്, വാട്ടർ ആണ് ഇവിടുത്തെ ബേസ്. ഇനി ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കിക്കേ. ഈ HCl-നകത്തുനിന്ന് ഒരു HCl ആണല്ലോ ആസിഡ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നു? ഒരു H+നെ ഡൊണേറ്റ് ചെയ്യുന്നു, ഒരു പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. ആ പ്രോട്ടോണിനെ ആരെ അക്സെപ്റ്റ് ചെയ്യുന്നു? വാട്ടർ H2 അക്സെപ്റ്റ് ചെയ്തിട്ട് അയാൾ ആരായിട്ട് മാറുന്നു? H3O+ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ HCl-ൽ നിന്ന് ഒരു H+ പോയിട്ട് അത് Cl- ആയിട്ട് മാറുന്നു. ആൻഡ് H2O ആ H+നെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അയാള് H3O+ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നോക്കിക്കേ, നമ്മളിവിടെ ഇതിനകത്ത് ഞാൻ ഈ വാട്ടറിനെയും H3O+നെയും കൂടെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, വാട്ടറിനെയും H3O+നെയും കൂടെ കൺസിഡർ ചെയ്യാണ്. അപ്പം ഇവിടെ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ഒരു H+ന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അല്ലെ. H2Oയും H3O+ഉം തമ്മിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവര് തമ്മിൽ എന്തിന്റെ ഡിഫറൻസേ ഉള്ളൂ? ഒരു H+ന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അല്ലെ. സോ നമുക്ക് പറയാം H2 ആൻഡ് H3O+ എന്ന് പറയുന്നത് ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണെന്ന് പറയാം. അതുപോലെ ഞാൻ HCl-നെയും Cl- കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവര് തമ്മിലും ഒരു H+ന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ HCl-ഉം Cl- എന്താണെന്ന് നമുക്ക് പറയാം? ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ H2O വാട്ടർ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷനിൽ ബേസ് ആണ് അല്ലെ. വാട്ടറിന്റെ കേസ് പോട്ടെ, HCl-ന്റെ കേസ് നോക്കാം. HCl-ന്റെ കേസ് നമുക്കറിയാം, HCl എന്ന് പറഞ്ഞാൽ ആസിഡ് ആണ്. ഓക്കെ, ഈ HCl-ൽ നിന്ന് ഒരു H+ന്റെ ഡിഫറൻസിൽ ഫോം ചെയ്യുന്ന ആളാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ള Cl-. ഓക്കെ, അപ്പൊ ആസിഡിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള കോൺജുഗേറ്റ് പെയറിനെ നമ്മൾ എന്തെന്നായിരിക്കും വിളിക്കുക? അതിന്റെ കോൺജുഗേറ്റ് ബേസ് എന്നായിരിക്കും വിളിക്കുക കേട്ടോ. ആസിഡിൽ നിന്നും ഒരു H+ പോയി കഴിഞ്ഞ് ഫോം ചെയ്യുന്ന ആള് കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. അതുപോലെ നോക്കിക്കേ, ഇവിടെ നമ്മൾ പറഞ്ഞു H2O എന്ന് പറഞ്ഞാൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്തത്? ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. ആ H2ന്റെ കൂടെ ഒരു H+ കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് H3O+ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ബേസിന്റെ കൂടെ ഒരു H+നെയും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ട് ഫോം ചെയ്യുന്ന ആളിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോൺജുഗേറ്റ് ആസിഡ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഒരു പെയർ ഓഫ് സ്പീഷീസുകൾ തന്നിട്ട് അവർ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണോ അല്ലയോ എന്ന് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ആ സ്പീഷീസുകൾ തമ്മിൽ ഒരു H+ന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എന്ന് നോക്കുക. എക്സാമ്പിൾ H2Oയും H3O+ഉം തമ്മിൽ ഒരു H+ന്റെ ഡിഫറൻസേ ഉള്ളൂ. അതുപോലെ HCl-ഉം Cl- തമ്മിൽ ഒരു H+ന്റെ ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സ്പീഷീസുകൾ തമ്മിൽ ഒരു H+ന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരത്തിലുള്ള പെയർ ഓഫ് സ്പീഷീസുകളെയാണ് നമ്മൾ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുക. ഇനി ആരാണ് കോൺജുഗേറ്റ് ആസിഡ്, ആരാണ് കോൺജുഗേറ്റ് ബേസ്? ഇപ്പൊ HCl എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണ്. ആ ആസിഡിൽ നിന്നും ഒരു H+ നഷ്ടപ്പെട്ടിട്ട് ഫോം ചെയ്യുന്ന ആളാണ് Cl-. ഓക്കെ, അപ്പൊ ഒരു ആസിഡിൽ നിന്നും H+ നഷ്ടപ്പെട്ടിട്ട് ഫോം ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ കോൺജുഗേറ്റ് ബേസ്. ഓക്കെ, അപ്പൊ ആസിഡിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് കോൺജുഗേറ്റ് ബേസ്. ഇനി H2O എന്ന് പറയുന്നത് ഇവിടെ ഒരു ബേസ് ആണ്. ആ ബേസിന്റെ കൂടെ ഒരു H+ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് H3O+ ആയി മാറിയപ്പം എന്താണത്? ബേസിന്റെ കോൺജുഗേറ്റ് ആസിഡ്. ഓക്കെ, അപ്പൊ ആസിഡിൽ നിന്ന് ഫോം ചെയ്യുന്നത് കോൺജുഗേറ്റ് ബേസും ആൻഡ് ബേസിൽ നിന്ന് ഫോം ചെയ്യുന്നത് കോൺജുഗേറ്റ് ആസിഡുമായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് താഴെ എഴുതിയിട്ടുള്ളത്. ഇൻ ആസിഡ് ബേസ് റിയാക്ഷൻസ് ആൻ ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ്. ഒരു ആസിഡ് ബേസ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആസിഡും ബേസും തമ്മിൽ പരസ്പരം റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആസിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? കോൺജുഗേറ്റ് ബേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ബേസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? കോൺജുഗേറ്റ് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ് കോൺജുഗേറ്റ് ആസിഡ്, എന്താണ് കോൺജുഗേറ്റ് ബേസ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.